ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഇത് പാരഡൈസ് ഓൺ എർത്ത് എന്നറിയപ്പെടുന്ന കശ്മീരിലേക്കാണ്. ഏതൊരു ട്രാവലറിൻ്റെയും ഭയങ്കരമായിട്ടുള്ള ഡ്രീം ആയിട്ടുള്ള ഒരു ട്രിപ്പാണിത്. സോ നമ്മൾ അതുപോലെ തന്നെ പ്ലാൻ ചെയ്ത് കശ്മീർ പോകാൻ. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ടിക്കറ്റ്സ് ഒന്നും കൺഫേം ആയില്ല. സോ അതുകൊണ്ട് നമ്മൾ ഏതായാലും നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയോണ്ട് ഒറ്റ മൈൻഡ് നേരെ ലോക്കൽ ടിക്കറ്റ് എടുത്ത് ചവിട്ടി കയറാൻ പോവാണ്. ബാക്കി അവിടെ പോയിട്ട് കാണാം. ഉച്ചയ്ക്ക് 3 മണിക്ക് ഷൊർണൂർ വഴി പോകുന്ന സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ ഡൽഹി വരെ പോകുന്നത്. യാത്ര ചെയ്യാനുള്ള അതിയായ ആഗ്രഹവും പിന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് റെഫറൻസും അതുപോലെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കുറച്ച് ഹിന്ദിയും ഇത് മാത്രമായിട്ടാണ് ഞങ്ങൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ബാക്ക് പാക്കുമായിട്ട് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ വലിഞ്ഞു കയറി. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഭയങ്കര റഷായിരുന്നു ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ. തിരക്കൊക്കെ കണ്ട് കണ്ണ് തള്ളി നിൽക്കുന്ന ഇവനാണ് ധീരജ്. ചെറുപ്പം മുതലുള്ള എല്ലാ കുരുത്തക്കേടിനും ഒപ്പമുണ്ടാവുന്ന ആ ക്രൈം പാർട്ട്ണർ കസിൻ. ട്രെയിൻ അങ്ങനെ സ്റ്റേഷൻ വിട്ട് പതിയെ മൂവ് ആവാൻ തുടങ്ങി. ആൻഡ് വി വർ ഫീൽഡ് അപ്പ് വിത്ത് ഹാപ്പിനെസ്. ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ട സന്തോഷം. കോഴിക്കോട് എത്തിയപ്പോഴത്തേക്കും നമുക്ക് തട്ടുംപുറത്ത് സീറ്റ് കിട്ടി. അങ്ങനെ തട്ടുംപുറത്തിരുന്ന് കുറച്ച് നേരം നമ്മൾ ഹിന്ദിക്കാരുടെ ഫൈറ്റ് കണ്ടു. മുപ്പത്താറ് മണിക്കൂർ ഇതുപോലെ ഇരുന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹി എത്തുമ്പോഴത്തേക്ക് പടാവെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ മംഗലാപുരത്ത് എത്തിയപ്പോൾ സ്ലീപ്പറിൽ അതിക്രമിച്ച് കയറി. TTRനെ കണ്ടുപിടിച്ച് അയാളെ അറിയാവുന്ന ഹിന്ദിയിൽ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ബെർത്ത് ഒപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അടുത്ത ടാസ്ക്. ഒരാൾ കിടക്കുന്ന ബെർത്തിൽ ഞങ്ങൾ 2 പേരും തലങ്ങും വിലങ്ങും കിടന്നു. ദിസ് ടീച്ചേഴ്സ് ഓൾ അബൌട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ട്രെയിൻ അങ്ങനെ ഉടുപ്പി കഴിഞ്ഞ് മഡ്ഗോവനിലെത്തിയപ്പോൾ വി വർ റിയലി സ്ക്രൂഡ് അപ്പ്. നല്ല ഡീപ്പ് സ്ലീപ്പിലുണ്ടായ ഞങ്ങളെ ബെർത്തിൻ്റെ റിയൽ ഓണർ വന്ന് ഹിന്ദിയിൽ തെറിയും പറഞ്ഞ് ഇറക്കി വിട്ടു. കാര്യങ്ങളൊക്കെ എങ്ങനെയാണെങ്കിലും ഞങ്ങൾ 2 പേർക്കും ഒരിക്കൽ പോലും റിഗ്രറ്റ് തോന്നിയിട്ടില്ല. വി ടുക്ക് എവറിത്തിങ് പോസിറ്റീവ്ലി ആൻഡ് മൂവ്ഡ് ഓൺ. ട്രെയിൻ അങ്ങനെ അരവലി റോഡ് എത്തിയപ്പോഴത്തേക്കും നേരം വെളുത്തു. ഫുൾ ഫോഗായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു, അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ആ ഒരു സമയത്ത്. രാവിലെയാണ് മനസ്സിലായത് ട്രെയിനിൽ മൊത്തം ഉണ്ടായിരുന്നത് മലയാളികളായിരുന്നു. എങ്ങോട്ടാന്നുള്ള ചോദ്യത്തിന് അവരെല്ലാവരും പറഞ്ഞ ഒരേ ഒരു ആൻസർ, എങ്ങോട്ടാ ബ്രോ, എങ്ങോട്ടേക്കാ, എങ്ങോട്ടേക്കാ, എങ്ങോട്ടേക്കാ. ഇതിൻ്റെ ഇടയിൽ ഫുഡ് അടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. സർവൈവ് ചെയ്യണമെങ്കിൽ ഫുഡ് വേണമല്ലോ. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വടാപ്പാവ് കഴിച്ചു. ഉച്ചയ്ക്കാണെങ്കിൽ പരിപ്പ് കറിയും ചോറും ചപ്പാത്തിയും ഒക്കെയുള്ള വെജ് താളിയായിരുന്നു. അങ്ങനെ ലഞ്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഗാനമേള തുടങ്ങി. Ya Allah, ya Allah, ya Allah.
അപ്പോൾ അങ്ങനെ 2 ദിവസത്തെ ആട്ടും തുപ്പും കൊണ്ട് ബർത്തില്ല അതുള്ള ജീവിതം. അങ്ങനെ ഫൈനലി നമ്മൾ ഡൽഹി റീച്ച് ആവാനായി. കാശ്മീരാ ഡൽഹി. സോ ഡൽഹി ഏകദേശം എത്താനായി. ഫൈനലി രാവിലെ ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നിസാമുദ്ദീൻ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി. പുറത്തിറങ്ങിയപ്പോഴാണ് ഡൽഹിയുടെ ശരിക്കുള്ള തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. ആദ്യം നല്ലൊരു റൂം കണ്ടെത്തണം, എന്നിട്ട് ലഗേജൊക്കെ ഇറക്കി വെച്ച് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഡൽഹി മൊത്തം ഒന്ന് കറങ്ങണം. അതായിരുന്നു ഞങ്ങളുടെ ആ ഡേയിലെ പ്ലാൻ. ഒട്ടും സമയം കളയാതെ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എക്സിറ്റ് ആയി ഞങ്ങൾ റൂമും നോക്കി ലെഫ്റ്റിലോട്ട് കുറേ നടന്നു. അങ്ങനെ 1 കിലോമീറ്ററോളം നടന്നിട്ടും റൂംസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള സൈഡിലുള്ള ഒരു കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ആ പയ്യനോട് റൂം എവിടെ കിട്ടുക എന്നൊക്കെ ചോദിച്ച് നിൽക്കുമ്പോഴാണ് സൈക്കിൾ റിക്ഷയായിട്ട് ഒരു അപ്പാപ്പൻ വന്നത്. 20 രൂപ എന്നാൽ റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പയ്യൻ ഞങ്ങളെ സൈക്കിൾ റിക്ഷയിൽ കയറ്റിയത്. ഞങ്ങളാണെങ്കിൽ ആദ്യമായിട്ടാണ് സൈക്കിൾ റിക്ഷയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഡൽഹിയിൽ ഇപ്പോഴും ഇതുപോലെ സൈക്കിൾ റിക്ഷാസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത്രയും തണുപ്പത്ത് ഞങ്ങളുടെ 2 പേരുടെ ലഗേജും ഞങ്ങളെയും കയറ്റിയിട്ട് പുള്ളിക്കാരൻ സൈക്കിള് ചവിട്ടുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സിമ്പതി തോന്നി. ഈ സിമ്പതിയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി. കാരണം പുള്ളി കാണിച്ചെന്ന റൂമും കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ റൂം എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറി. അയാളെ ഞങ്ങളൊരു 50 രൂപ കൊടുത്തിട്ട് നൈസായിട്ട് പറഞ്ഞു വിട്ടു. പിന്നെ സ്വന്തമായിട്ട് റൂം വീണ്ടും തപ്പാൻ തുടങ്ങി. റൂമിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി വന്നു കഴിഞ്ഞാൽ റൂം കിട്ടാൻ ഭയങ്കര ടാസ്ക്കാണ്. പക്ഷെ നമ്മൾ ഈ റിക്ഷക്കാരും അതുപോലെ തന്നെ ഓട്ടോക്കാരൊക്കെ കൊണ്ടുപോകും. പക്ഷെ റേറ്റ് എന്ന് പറയുന്നത് 2400 2500 ഒക്കെ വരും. നമുക്ക് ഇന്ന് രാവിലെ ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് രാത്രി വരെ വേണ്ടു. അതിന് 2400 ഒന്നും വേർത്തല്ല. ഒരുപാട് റൂമും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഇന്നും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും നല്ല റൂം കിട്ടുകയാണെങ്കിൽ റൂം എടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് കറങ്ങിയിട്ട് നേരെ കാശ്മീർ പോകാനുള്ള പ്ലാനാണ്. റൂം ഇവിടെ ചീപ്പ് റേറ്റിന് റൂം കിട്ടുമെന്ന് വിചാരിക്കുന്നു. റേറ്റ് പറഞ്ഞിട്ടുള്ള റൂം നോക്കാം. ये गुलचंद भैया ने हमको रूम दे दिया. मैं आपका नंबर इधर डालेगा. അങ്ങനെ നമുക്ക് റൂം കിട്ടി 2500 4 പീപ്പിൾ. മക്കളെ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട് നമ്മുടെ പിള്ളേര് ഇവിടെ റൂം എടുത്തു. അപ്പം ഇതാണ് റൂം. ഞാൻ എന്താ കുളിച്ചു മാറ്റിയിട്ട് പോവല്ലേ? ദില്ലി ഘൂമനേക്ക് ലിയേ ജായെങ്കെ. സെറ്റ്. നമ്മളിപ്പോ ദില്ലിയുടെ ഗല്ലികളിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പേസ്റ്റും പിന്നെ അതേപോലെ സോപ്പൊക്കെ വാങ്ങിക്കണം. ഇവിടെ ഒരു ചങ്ങായി ഇരിക്കണുണ്ടോ? ബഡി ഹായ്. ആറ്റിറ്റ്യൂഡ്. ബ്രഷ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അതെ, ഫ്രഷപ്പ് ആയിട്ട് സ്ഥലങ്ങളൊക്കെ ഒന്ന് കിട്ടി. അതെ. ഇന്നാണെങ്കിൽ സൺഡേ ആയതുകൊണ്ട് സൺഡേ ബസാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയും കൂടി എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും സൺഡേ എത്തിയത് നന്നായി. അതെ. സോ സൺഡേ മാർക്കറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ അവിടെയും കൂടി എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നോക്കാം. അപ്പോൾ നമ്മൾ ഓൾ സെറ്റ് റെഡി. നമ്മൾ നേരെ സൺഡേ മാർക്കറ്റിൽ പോവാം. ठीक है. तो उधर तो सस्ता में मिलेगा क्या ये जैकेट सब? वहाँ पर एक चीज है, हाँ इलेक्ट्रॉनिक आइटम मतलब हाँ, खाली ड्रेस खाली जैकेट सब मिलेगा ना? हाँ, इलेक्ट्रॉनिक्स आइटम्स तो बार्गेनिंग स्किल होना चाहिए. हाँ ठीक है. सस्ता कहीं कुछ नहीं है, बार्गेनिंग के ऊपर सस्ता नहीं. हाँ. ഗൈസ്, അപ്പോൾ നമ്മൾ സൺഡേ മാർക്കറ്റിൽ നമ്മൾ ഊബർ വിളിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 4 പേരുണ്ട്. സോ നമ്മൾ ഊബർ വിളിച്ച് ഏറ്റവും കൺവീനിയൻറ്റ് ഊബർ തന്നെയാണ്. ഡൽഹിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഊബറോ അല്ലെങ്കിൽ ഓല വിളിച്ച് പോകണം. ഇപ്പോൾ ഇത്രയും 4 പേരുള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് അതാണ്. അതുകൊണ്ട് നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് നേരെ സൺഡേ മാർക്കറ്റ്. राइट साइड में 1930 का 90-30 का राइट साइड में. ये वाला 1930 പോലീസ് സ്റ്റേഷനാണ് ആ കാണുന്നത്. 1930 മുതലുള്ള അതാ പോലീസ് സ്റ്റേഷൻ. जो 100 years से ऊपर ബിൽഡിംഗ് സബ് ബിൽഡിംഗ് 100 years के ऊपर. ഇത് നമ്മൾ ഓൾഡ് ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കാണുന്നതൊക്കെയാണ് ഓൾഡ് ഡൽഹി. ബിൽഡിങ്സ് ഒക്കെ ഉണ്ടോ? 100 years ഓഫ് ഓൾഡ്, മോർ ദാൻ 100 years ഓൾഡ് ഉള്ള ബിൽഡിങ്സ് ആണ് ഈ റൈറ്റ് സൈഡിലൊക്കെ കാണുന്നതൊക്കെ.
പക്ഷെ ഇവിടുന്നാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ മാർക്കറ്റ് ഇവിടുന്ന് ഏകദേശം സ്റ്റാർട്ടായി. ജാക്കറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സൈഡിലൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് അപ്പൊ നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഇതിന്റെ അകത്തോട്ട് മാർക്കറ്റിന്റെ അകത്തോട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, ഈസി റോഡിന് ഓക്കെ. അസ്ലം ചിക്കൻ, അതേപോലെ ഒരുപാട് ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ പോയി ഫുഡൊക്കെ കഴിക്കണം. കരീം ഹോട്ടൽ, അതെ ഭയ്യ പറഞ്ഞ ഒരു കരീം ഹോട്ടൽ ഉണ്ട്, ഫേമസ് ആണ്. നമ്മളവിടെ താങ്ക് യു ഭയ്യ, താങ്ക് യു സോ മച്ച്. ഇതാണോ സൺഡേ മാർക്കറ്റ്? നല്ല കിടിലം ബൂട്ട്സ് ഒക്കെ ഉണ്ട്. കിട്ടുന്ന 1500. ഇവര് ശരിക്കും നമ്മൾ ഫസ്റ്റ് റേറ്റ് ഒക്കെ ചോദിക്കുമ്പോൾ നല്ലോണം റേറ്റ് കൂട്ടിയാണ് പറയാ. 1500, 1200 ഒക്കെയാണ് പറയുന്നത്. പക്ഷേ ബാർഗൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പൈസക്ക് വാങ്ങാൻ പറ്റും. ഇവിടെ സൈഡിൽ കുറേ ജീൻസ്, ജാക്കറ്റ്സ് അങ്ങനത്തെ ഒക്കെ ഷോപ്പുകളാണ്. നമുക്ക് എന്തായാലും ജാക്കറ്റ്സ് മേടിക്കണം. അപ്പോൾ അതിനുള്ള ഷോപ്പ് തേടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നേരത്തെ വന്നതുകൊണ്ട് ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഇവിടെ ജാക്കറ്റ്സ് ഒക്കെ 450 ആണ് ഭായി പറഞ്ഞത്. നമ്മൾ ബാർഗൈൻ ചെയ്തോണ്ടിരിക്കുക. नहीं, उसका कश्मीर जाना है इसीलिए बोल रहे हैं. ഇതൊന്നും നടക്കൂലടേ. ഈ ജാക്കറ്റ് ഇട്ട് വാങ്ങി ചാവും. വാങ്ങിക്കോ, ഒന്ന് വാങ്ങിക്കോ. വേണ്ട, മറ്റേ എടുത്തോ. 450 रुपीज भाई നമുക്കൊരു ജാക്കറ്റ്. നമ്മൾ 450 रुपीज 5000 ഭയ്യ നമുക്ക് 5000 450 രൂപക്ക് നമ്മൾ വാങ്ങിച്ച ജാക്കറ്റാണ്. നല്ല ക്വാളിറ്റി. आपका नाम? फहीम हाशमी. फहीम हाशमी. हाँ, अच्छा. इमरान हाशमी का സെറ്റ്. അങ്ങനെ ജാക്കറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ നേരെ പോകുന്നത് കരീം ഹോട്ടലിലേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. 1913 കരീംസ് ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 112 വർഷം പഴക്കമുണ്ട് കരീം ഹോട്ടലിന്. മുഗൾ എംപയർ കാലഘട്ടത്തിലെ ഒത്തന്റിക് ഫുഡൊക്കെ അതിന്റെ ഒറിജിനൽ ഫോമിൽ സെർവ് ചെയ്യുന്നതുകൊണ്ടാണ് കരീം ഹോട്ടൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ളത്. ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഫുഡ് സ്പോട്ട് തന്നെയാണ് ഓൾഡ് ഡൽഹിയിലുള്ള ഈ ഒരു ഹോട്ടൽ. ബ്രേക്ക്ഫാസ്റ്റിന് അവൈലബിൾ ആയിട്ടുള്ള 2 മട്ടൺ ഐറ്റംസ് ആയിരുന്നു, നെഹ്രി ആൻഡ് പായ. രണ്ടും ഞങ്ങൾ ഓരോ പ്ലേറ്റ് പറഞ്ഞു. इसमें क्या, इसके साथ क्या आएगा? साथ में कुछ नहीं सर, जो ऑर्डर करोगे वही होंगे, सिर्फ नारी पाया, तंदूरी रोटी അതെ. നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നു. ഇതിലിപ്പോ ഏതാ പായ, ഏതാ ഇത്? തിരിയുന്നില്ല. എല്ലാം ആണല്ലേ. നെഹ്രി ആൻഡ് പായ വിത്ത് തന്തൂറുട്ടി. നല്ല കീടിലൻ ബ്രേക്ക്ഫാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതെ, നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ജമാ മസ്ജിദ്. 356 വർഷം പഴക്കമുള്ള സുന്നി പള്ളി. 1644 to 56 കാലഘട്ടം അന്നത്തെ മുഗൾ എംപറർ ആയിട്ടുള്ള ഷാജഹാൻ പണി കഴിപ്പിച്ചതാണ് ഈ ജമാ മസ്ജിദ്. അന്നത്തെ 10 ലക്ഷം രൂപയായിരുന്നു ഇത് പണി കഴിപ്പിക്കാൻ വേണ്ടി ചെലവായ തുക. ഏകദേശം 25,000 വിശ്വാസികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ജമാ മസ്ജിദിന്. ഇന്നത്തെ ഓൾഡ് ഡൽഹി പണ്ട് അറിയപ്പെട്ടിരുന്നത് ഷാജഹാനാബാദ് എന്നായിരുന്നു. 1803 ഈ ഷാജഹാനാബാദ് ബ്രിട്ടീഷുകാർ കൈയടക്കുകയും ഈ പള്ളിയും കാര്യങ്ങളൊക്കെ അവരുടെ അണ്ടറിലേക്ക് പോവുകയുണ്ടായി. ഇനീഷ്യൽ ടൈമിലൊക്കെ പള്ളിക്ക് ഫേവേർഡ് ആയിട്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ പോളിസി. ഇതിന്റെ മെയിൻ്റെനൻസും അതുപോലെ തന്നെ റിനോവേഷൻ വർക്കൊക്കെ അവർ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. 1857 കലാപം, ഇന്ത്യസ് ഫസ്റ്റ് വാർ ഫോർ ഇൻഡിപെൻഡൻസ്. ഈ ഒരു കലാപം തുടങ്ങി വെച്ചത് മുസ്ലിംസ് ആണെന്നും അതുപോലെ തന്നെ ഡൽഹിയുടെ അകത്തുള്ള പള്ളികളിലാണ് ഇതിന്റെ ആസൂത്രണം നടന്നതെന്നും ബ്രിട്ടീഷുകാർ വിശ്വസിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡൽഹിയിലുള്ള മുസ്ലിം ആരാധനാലയങ്ങളൊക്കെ അടച്ചുപൂട്ടാനും അതുപോലെ തന്നെ ബാൻ ചെയ്ത് പൊളിച്ചു കളയാനൊക്കെ തുടങ്ങി. ഈ ഒരു സമയത്ത് പലതവണ ജമാ മസ്ജിദ് പൊളിക്കാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തെങ്കിലും പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അവരുടെ സോൾജിയേഴ്സിനുള്ള ബറാക്സ് ആയിട്ട് ജമാ മസ്ജിദ് യൂസ് ചെയ്യുമായിരുന്നു.
കണ്ടിന്യൂസ് ആയിട്ടുള്ള സമരങ്ങളുടെ ഭാഗമായിട്ട് 1862 വീണ്ടും വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് ഇത് തുറന്നു കൊടുക്കേണ്ടി വന്നു. മുസ്ലിം മതവിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടതും മുഗൾ എംപയറിന്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടിയുമായിട്ടുള്ള ജമാ മസ്ജിദ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഒരു ഭാഗവും കൂടിയാണ്. അപ്പോൾ നമ്മൾ ജാമാ മസ്ജിദ് കണ്ടു. ഇപ്പോൾ നമ്മൾ റെഡ് ഫോർട്ടിലേക്ക് പോവാണ്. ഒരു 50 രൂപയുടെ ഒരു വണ്ടി, ഇലക്ട്രിക് വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 50 രൂപയ്ക്ക് 4 ആൾ പല പല റേറ്റ് ആണ് ചോദിച്ചിട്ട് തന്നെ. നല്ല രസം. മാർക്കറ്റ് ഇങ്ങനെയാണ്. മാർക്കറ്റ് നടന്ന് കാണുന്നേക്കാൾ നല്ല ഇങ്ങനെ വണ്ടി പോകുമ്പോൾ നല്ല രസം. അങ്ങോട്ട് പോയിട്ട് നടന്നിട്ട് കാലൊക്കെ വേദനയിക്കണേ. അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ട്. ആൾക്കാർ റേറ്റ് ഒക്കെ കുറച്ച് ഇവനെ കണ്ടാ ഡിസ്കൗണ്ട് ആൾക്കാർ റേറ്റ് ഒക്കെ കുറച്ച് എന്തെങ്കിലും കണ്ടു. ഓൾഡ് ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ ജമാ മസ്ജിദും ചാന്ദിനി ചൗക്കും റെഡ് ഫോർട്ടും എല്ലാം തന്നെ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പ്ലേസസ് എല്ലാം തന്നെ 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഉള്ളത്. 50 രൂപയുടെ ഗ്ലാസ് ഉണ്ട്. 50 എന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ണടിച്ച് പോകും. എടുത്തോക്കാം. ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ മാത്രം വെച്ചാൽ മതി. മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രൈമറി റെസിഡൻസ് ദ റെഡ് ഫോർട്ട്. 2 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഈ ചെങ്കോട്ടയ്ക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ആഗ്രയായിരുന്നു മുഗൾ എംപയറിന്റെ ക്യാപിറ്റൽ. മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി അന്നത്തെ ഭരണാധികാരിയായ ഷാജഹാൻ തീരുമാനിക്കുന്നു. ഈ തീരുമാനത്തിന്റെ ഭാഗമായി രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്തതാണ് റെഡ് ഫോർട്ട്. 1639 മുതൽ 1648 വരെയുള്ള കാലയളവ്, ഏകദേശം 9 വർഷം എടുത്തു റെഡ് ഫോർട്ടിന്റെ കംപ്ലീറ്റ് പണി പൂർത്തിയാവാൻ വേണ്ടിയിട്ട്. താജ്മഹൽ ഡിസൈൻ ചെയ്ത ആർക്കിടെക്ട് ഉസ്താദ് അഹമ്മദ് ലാഹോരി, ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ റെഡ് ഫോർട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എംപറർ ഷാജഹാന്റെ ഫേവറേറ്റ് കളേഴ്സ് ആയിട്ടുള്ള വൈറ്റ് ആൻഡ് റെഡ്, ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് റെഡ് ഫോർട്ട്. എൻട്രൻസ് കയറി കുറച്ചു ദൂരം മുമ്പോട്ടേക്ക് നീങ്ങുമ്പോൾ ഒരു പ്രൗഡ് മൊമെന്റിൽ നമ്മൾ ചെന്നെത്തും. ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ പാട്രിയോട്ടിസം നിറയ്ക്കുന്ന ആ മൊമെന്റ്. ഇടതുവശത്ത് വലിയൊരു കവാടം, അതിൻ്റെ മുകളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പാറിപ്പറക്കുന്ന കാഴ്ച. ദ ലാഹോറി ഗേറ്റ്. ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തുന്നത് ഇവിടെയാണ്. ലാഹോറി ഗേറ്റിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നീണ്ട ഒരു മാർക്കറ്റാണ്. ചട്ടാ ചൗക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മെയിനായിട്ടും വിമണിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മാർക്കറ്റ്. രാജഭരണകാലത്ത് മുഗൾ ഫാമിലിയിലുള്ള സ്ത്രീകളൊക്കെ ഓർണമെന്റ്സ് അതുപോലെ തന്നെ സിൽക്കൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു മാർക്കറ്റിൽ നിന്നാണ്. 1739 പേർഷ്യൻ എംപറർ നാദിർ ഷാ മുഗൾ എംപയറിനെ കീഴടക്കി. റെഡ് ഫോർട്ടിൽ പ്ലേസ് ചെയ്തിരുന്ന രത്നങ്ങളും ആർട്ട് വർക്കും എല്ലാം തന്നെ കൊള്ളയടിച്ചുകൊണ്ടാണ് നാദിർ ഷാ തിരിച്ചുപോയത്. 1000 ആനകളെയും 800 കുതിരകളെയും കൊണ്ടാണ് ഷാജഹാനാബാദ് മൊത്തം കൊള്ളയടിച്ച കൊള്ള മുതൽ നാദിർ ഷാ കൊണ്ടുപോയതെന്ന് പറയപ്പെടുന്നു. ബാക്കി അവശേഷിച്ചിരുന്നതൊക്കെ ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരും കൊണ്ടുപോയി. ഈ കാണുന്നതാണ് ദിവാൻ ഐ ആം. ഇവിടെ വെച്ചാണ് മുഗൾ രാജാക്കന്മാർ തങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് അതിനുള്ള സൊല്യൂഷനൊക്കെ കണ്ടെത്തി കൊടുത്തുകൊണ്ടിരുന്നത്. അന്നത്തെ കാലത്ത് ഡെയിലി മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫോർട്ടിനകത്ത്. അത് നടന്നുകൊണ്ടിരുന്ന നൗബത്ത് ഖാൻ ഷാജഹാന്റെ ഭാര്യയായ മുംതാസിന് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മുംതാസ് മഹൽ, അതുപോലെ റംഗ് മഹൽ, ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട് റെഡ് ഫോർട്ടിനകത്ത് കാണാനായിട്ട്. റെഡ് ഫോർട്ട് കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഓൾഡ് ഡൽഹി വിട്ടു. ന്യൂഡൽഹിയിലെ രാജ്പഥിനടുത്തുള്ള ഇന്ത്യ ഗേറ്റ് ആയിരുന്നു ഞങ്ങളുടെ അടുത്ത ലൊക്കേഷൻ. ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഫ്രീഡം ഫൈറ്റർ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വലിയൊരു സ്റ്റാറ്റ്യൂ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ദ ഇന്ത്യ ഗേറ്റ് 1914 to 1921 ഈ ഒരു കാലയളവിലാണ് ഫസ്റ്റ് വേൾഡ് വാറും അതുപോലെ തന്നെ തേർഡ് ആംഗ്ലോ അഫ്ഗാൻ വാറും നടക്കുന്നത്. വാർഫീൽഡിൽ വീരമൃത്യു വഹിച്ച 74,187 ഇന്ത്യൻ ആർമി സോൾജിയേഴ്സിന്റെ സ്മരണയ്ക്ക് വേണ്ടി നിർമ്മിച്ച വാർ മെമ്മോറിയലാണ് ഇന്ത്യ ഗേറ്റ്. UK-കാരനായ ആർക്കിടെക്ട് എഡ്വിൻ ല്യൂട്ടൻസ് ആണ് ഇന്ത്യ ഗേറ്റ് ഡിസൈൻ ചെയ്തത്. 13,300 സോൾജിയേഴ്സിന്റെ പേരുകളാണ് ഇന്ത്യ ഗേറ്റിന്റെ വാളിൽ ഓരോ കല്ലുകളിലുമായിട്ട് കൊത്തിവെച്ചിട്ടുള്ളത്. ഡൽഹിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും നേരിട്ട് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ലാൽകോട്ടിലുള്ള നമ്മുടെ കുത്തബ് മിനാർ കാണാൻ വേണ്ടി പോയി.
ദേ വരുന്നു, ദേ ഓടി വരുന്നു എന്റെ ഡൽഹിയിലുള്ള എന്റെ വല്യമ്മയുടെ മകൻ. ഒറ്റക്കാന്ന് ഡൽഹിയിൽ നിന്നുകൊണ്ട് ഓൺലൈനായി ടിക്കറ്റ് എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വന്നോ? പേയ്മെന്റ് സക്സസ്ഫുൾ ആയി. ഇതെന്ത് ക്രൗഡ് ഏതാ ക്രൗഡ് അല്ലേ? സെറ്റ് അല്ലേ? ഇതാണോ ടിക്കറ്റ്? അതിന്റെ അല്ല സെറ്റ്. ഡൽഹിയുടെ അകത്തുള്ള മോണുമെന്റ്സിൽ ഏറ്റവും കൂടുതൽ പഴക്കം ചെന്ന ഒന്നാണ് കുത്തബ് മിനാർ. മോർ ദാൻ 800 years ഓൾഡ്. മുസ്ലിം സുൽത്താനേറ്റിന്റെ ഫസ്റ്റ് റൂളർ കുത്തബുദ്ദീൻ ഐബക്കാണ് ഇതിന്റെ ഫൗണ്ടർ. ഇദ്ദേഹത്തിന്റെ കാലശേഷം വന്ന പിൻഗാമികളായിട്ടുള്ള മറ്റ് റൂളേഴ്സ് ഒക്കെ കൂടിയാണ് കുത്തബ് മിനാറിന്റെ പണി പൂർത്തിയാക്കിയത്. ടോട്ടൽ കൺസ്ട്രക്ഷൻ ടൈം 1199 to 1503. ഏകദേശം 300 വർഷം എടുത്തു ഇനീഷ്യൽ സ്റ്റേജ് മുതൽ ഫൈനൽ സ്റ്റേജ് വരെ കുത്തബ് മിനാർ പണി തീർക്കാൻ വേണ്ടിയിട്ട്. 238 അടി പൊക്കം, അതും സാൻഡ് സ്റ്റോണിൽ കാർവ് ചെയ്തെടുത്ത ഈ ഒരു ടവർ അതിന്റെ താഴെ നിന്നിങ്ങനെ കാണുന്നത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. മിനാർ ബിൽഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ എത്രയോ വർഷം മുന്നേ ഉണ്ടാക്കിയിട്ട സ്ട്രക്ചേഴ്സാണ് ഇതിൻ്റെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം പൊളിഞ്ഞു വീണ ഒരു അവസ്ഥയിലാണ്. ഒരു സിംഗിൾ സ്റ്റോണിൽ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്ത ഒരുപാട് തൂണുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട്. അങ്ങനെ അവിടെ ഉണ്ടായ ബാക്കി കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോഴേക്കും മിനാറിലെ ലൈറ്റ്സ് ഓണായി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കാഴ്ചയും കണ്ട് ഞങ്ങൾ നേരെ മെട്രോ കയറി. ഇന്ത്യയിലെ സെക്കൻഡ് ഓൾഡസ്റ്റ് മെട്രോ സർവീസ് ആണ് ഡൽഹിയിലേത്. 2002 മുതലാണ് ഇവിടെ മെട്രോ റൺ ചെയ്ത് തുടങ്ങിയത്. ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് മെട്രോ നെറ്റ്വർക്കും ഡൽഹിക്ക് സ്വന്തം. കാശ്മീരേക്ക് പോകുന്നതുകൊണ്ട് അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തത് ഡൽഹിയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ സരോജിനി മാർക്കറ്റായിരുന്നു. ഇതെത്ര 50 റുപ്പി അല്ലേ? ഈ ഷോളൊക്കെ 50 റുപ്പീസാണ്. ഹൺഡ്രഡാ? ആ കുഴപ്പമില്ലല്ലോ, പോട്ടെ. സോ ഞങ്ങള് ഇവനൊരു ബെൽറ്റ് വാങ്ങിച്ചത് എത്രയാണ്? 100 രൂപ അല്ലേ? 100 റുപ്പീസ്. പിന്നെ സോക്സ് വാങ്ങിച്ചു. ഇത് 90 റുപ്പീസാണ് ഈ 3 സോക്സിന്റെയും പേര്. കേറിക്കോ. അടുത്ത ബെൽറ്റ് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. അടുത്ത ബെൽറ്റ് എത്ര? 80 റുപ്യ അല്ലേ? അതെ, 80 റുപ്യ. യെസ്, ഇവിടെ കോമ്പറ്റീഷൻ ആണ്. ഒരുത്ത 100 വാങ്ങിയ ഇവിടെ 80 വാങ്ങും. പിന്നെ അല്ല സെറ്റ് സെയിൽ 300. ജാക്കറ്റ് ഉണ്ടോ? തെർമൽ വെയർ ഇല്ല ഇവിടെ. നിക്കടാ 150 റുപ്പീസ്.
बॉडी थर्मल 640 का डिस्काउंट करके अन्नू के लिए 575 रुपए. എത്രയെങ്കിലും കിട്ടി എടുത്ത് പോര്, ഇനി വേറെ നോക്കാല്ല, സമയമില്ല, പോര്, കുഴപ്പമില്ലടാ. ഇതിന്റെ ബ്ലാക്ക് ഉണ്ടോ? ബ്ലാക്ക് ഉണ്ട് ഇതിന്റെ. ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആൻഡ് വി ആർ റഷിംഗ് ടു കാശ്മീർ. ബസ്സിന് ഏകദേശം സമയമായി. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആയി. ആൻഡ് ഹോപ്പ് ദാറ്റ് യു ഗൈസ് ഹാവ് എൻജോയ്ഡ് ദ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ഐ വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് ദ കശ്മീർ വീഡിയോസ്. ഞങ്ങൾ കശ്മീർ പോവാണ്. വി ആർ ഗോയിങ് ടു ബോർഡ് ദ ബസ് ടു നൈറ്റ്. ആൻഡ് അപ്പം കശ്മീർ പോയിട്ട് കാണാം. ബൈ.